ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. പാർലമെന്റിലെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് സ്വന്തം സഖ്യകക്ഷികൾ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിനെ കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു വശത്ത് തിരിച്ചടിക്ക് തയ്യാറാണെന്ന ഇറാന്റെ വെല്ലുവിളി നിലനിൽക്കുമ്പോഴാണ് രാഷ്ട്രീയപരമായി ഇത്തരമൊരു പ്രതിസന്ധി കൂടി സംഭവിച്ചിരിക്കുന്നത്. നെതന്യാഹു സർക്കാരിന്റെ ഭാവിയാണ് ഇതോടെ തുലാസിലാവുന്നത്. 120 അംഗ സെനറ്റിൽ നെതന്യാഹു സർക്കാരിന്റെ ഭൂരിപക്ഷം ഇതോടെ നഷ്ടമായിരിക്കുകയാണ്. ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത പാർട്ടികളിൽ ഒന്നായ യുണൈറ്റഡ് തോറ ജൂതായിസം എന്ന പാർട്ടിയിലെ 6 അംഗങ്ങളാണ് സഖ്യകക്ഷിയിൽ നിന്നും ആദ്യം രാജിവെച്ചത്. നെതന്യാഹുവിന്റെ പുതിയ നിർബന്ധിത സൈനിക ബില്ലിനെ ചൊല്ലി ദീർഘകാലമായി തുടർന്ന തർക്കമാണ് ഈ അംഗങ്ങളുടെ രാജിയിൽ അവസാനിച്ചത്. യുടിജെക്ക് പിന്നാലെ യുടിജെ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മറ്റൊരു തീവ്ര ഓർത്തഡോക്സ് പാർട്ടിയായ ഷാസ് പാർട്ടിയും നെതന്യാഹു സർക്കാരിന്റെ കക്ഷിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെതന്യാഹു സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ അംഗങ്ങളുടെ രാജി. ഷാസ് അംഗങ്ങളുടെ പിന്തുണ കൂടി നഷ്ടപ്പെട്ടതോടെ നെതന്യാഹു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് പുറത്ത് പോകേണ്ടതായി വരും. രാജിവെച്ച് 48 മണിക്കൂറിനുള്ളിലാണ് ഈ അംഗങ്ങളുടെ രാജി അവിടെ പ്രാബല്യത്തിൽ വരുന്നത്. ആ സമയത്തിനുള്ളിൽ, അതായത് 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ സർക്കാരിനെ നിലനിർത്താൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് സാധിക്കുകയുള്ളൂ. ഇനി ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അപൂർവം സർക്കാരുകൾ മാത്രമാണ് നെസറ്റ് എന്നറിയപ്പെടുന്ന പാർലമെന്റിൽ കാലാവധിയായ 4 വർഷം പൂർണ്ണമായും തികച്ചിട്ടുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിലും ഒരു പാർട്ടിക്കും ഇതുവരെ സമ്പൂർണ്ണ ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടുമില്ല. അതിനാൽ വിവിധ പാർട്ടികളുടെ സഖ്യത്തിലൂടെയാണ് അവിടെ സർക്കാരുകൾ രൂപീകരിക്കാറുള്ളത്. പലപ്പോഴും പ്രധാനമന്ത്രിമാർക്ക് വിഭാഗീയ ആവശ്യങ്ങളും സഖ്യങ്ങൾക്കുള്ളിലെ ഏറ്റുമുട്ടലുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം സഖ്യങ്ങൾ പെട്ടെന്ന് തകരുകയും സർക്കാരുകൾ വീഴുകയും ചെയ്യാറുണ്ട്. ചരിത്രം ശരിവെക്കുന്ന രീതിയിൽ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു സർക്കാരും നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് നേരത്തെ വരാതിരിക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. എന്തായാലും 2026 അവസാനം വരെ ഇലക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കണക്കുകൂട്ടുന്നത്. 2019 മുതൽ ഇസ്രായേൽ 5 ദേശീയ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. നെതന്യാഹുവിന് നിർണായക വിജയം നൽകിയ അവസാനത്തേത് 2022 നവംബറിലാണ് നടന്നത്. എന്നാൽ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ ജയിക്കുക എന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമാണ്. അവിടെ നടക്കുന്ന വോട്ടർമാരുടെ സർവേകൾ എല്ലാം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ പിന്തുണ പിൻവലിച്ച സഖ്യകക്ഷികൾക്ക് പകരക്കാരെ കണ്ടെത്തുക എന്നതും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഭരണം നിലനിർത്താൻ നെതന്യാഹു എന്ത് മാർഗം സ്വീകരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഗാസയിലെ മനുഷ്യക്കുരുതി രൂക്ഷമായതോടെ ഇസ്രായേലിൽ എങ്ങും നെതന്യാഹുവിനെതിരെ ജനരോഷം ഉയരുകയാണ്. രാജ്യമെങ്ങും പ്രതിഷേധ പ്രകടനങ്ങളും സ്ഥിരമായി നടക്കുന്നുണ്ട്. നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കിയത് സാധാരണക്കാരെ ഈ സർക്കാരിൽ നിന്നും അകറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങളുടെ വോട്ടുകൾ നേടി ജയിക്കുക എന്നൊരു ഓപ്ഷൻ നെതന്യാഹുവിന്റെ മുന്നിൽ ഉണ്ടാകാൻ വഴിയില്ല. എന്നാൽ പിന്തുണ പിൻവലിച്ചവരെ അനുനയിപ്പിക്കാൻ നെതന്യാഹുവിന് 48 മണിക്കൂറുകൾ സമയമുണ്ട്. ആ മാർഗം തന്നെയാവും അവർ സ്വീകരിക്കാൻ പോകുന്നത്. നെതന്യാഹുവും മൊസാദും തങ്ങളുടെ രക്ഷകരാണ് എന്നൊരു ധാരണയാണ് ഇറാൻ നടത്തിയ ആക്രമണത്തിലൂടെ തകർന്നു വീണത്. തങ്ങളുടെ രാജ്യത്തേക്ക് മിസൈലുകൾ വന്നെത്തുമെന്നും കുട്ടികൾ വരെ കൊല്ലപ്പെടുമെന്നും അവർക്ക് മനസ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ ദേശീയ വികാരം ഇളക്കിവിട്ട് ഇനിയൊരു ഇലക്ഷനിൽ വിജയിക്കാൻ നെതന്യാഹുവിന് സാധിക്കില്ല.